ശ്രീകുട്ടി. ശ്രീകുട്ടി. ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ആൻഡ് ഓൾസോ അവർ കിച്ചൺ. അല്ലേ? ഭയങ്കര വൃത്തികേടാണ്. വൃത്തിയായിട്ട് ഇത് ഒന്നും ശരിയായിട്ടില്ല. ശരിയാക്കിട്ട് കുക്കിംഗ് വീഡിയോ ചെയ്യാൻ വിചാരിച്ച എവിടെ ശരിയായിട്ടില്ല, സമയം എടുക്കും. പിന്നെ നമ്മുടെ വീട്ടിലെ പണിയും നടക്കുന്നുണ്ടോ? മേലത്തെ ഒരു റൂം എടുക്കുന്നുണ്ടോ, പുറത്ത് ഗേറ്റ് മാറ്റിട്ട് പുതിയ ഗേറ്റ് വെക്കുന്നുണ്ടോ? അപ്പൊ അത് ഒക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ച് തരാം. വണ്ടി കേറില്ല, അത് കാരണം വണ്ടി കയറും, പക്ഷെ കഷ്ടിച്ച് കയറും. വണ്ടി കയറും. പണ്ട് ഈ അപ്പുറത്തെ ചേട്ടൊക്കെ വണ്ടി അവിടെ കയറുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് ഗേറ്റ് കുറച്ച് സ്പേസ് കുറച്ച് വലുതാക്കാൻ വിചാരിച്ചു. ഓ മൈ ഗോഡ്, അമ്മയുടെ ഏത്തപ്പഴത്തിന്റെ സമയമാണ്. ഭക്ഷിക്കുന്ന സമയമാണ്. ഓ, ഏത്തപ്പഴത്തിന്റെ സമയാണോ? പൈസ അത് ഏത്തപ്പഴം എത്തിയില്ല. ഇത് വയറ്റിലോട്ട് എത്തിയിട്ട് വേണം എന്നോട് പറയാനുള്ള പറയാ. അല്ല എന്തായാലും എന്താ വെച്ചേ, പൈസ തിരിച്ചു പൈസ തിരിച്ചെന്ന് വെച്ചിട്ട് ഇത് പറ്റുമോ? 10 മണി വരെ പിന്നെ വയറ്റിലങ്ങ് പോയിട്ട് എന്തുവരെ പിന്നെ വയറ് ശുദ്ധമായിട്ടൊന്നും നല്ലോണം എന്താ സംഭവം എന്ന് പറഞ്ഞു കൊടുക്ക്. നമുക്ക് ആനിവേഴ്സറിയിലെ ഫുഡ് കഴിച്ചപ്പോ അമ്മക്ക് ഇതല്ലേ ബീഫ് പിടിച്ചില്ല. ബീഫ് ഇച്ചിരി കേട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ലൂസ് മോഷൻ പാവം. ഇന്നലെ ലൂസ് മോഷൻ. ശരി, ഇപ്പൊ ഉഷാറായല്ലോ. മുട്ട വേവിക്കാം. മുട്ട വേണോ? മുട്ട കറി ഉണ്ടല്ലോ ഇന്ന്. മോച്ചക്കോഴി ഇന്നലെ റൊമാൻസ് ചെയ്യാൻ സമ്മതിക്കില്ല. വേദന ഉണ്ട്. വേദന അങ്ങനെ ഉണ്ടായിരിക്കും. ഇന്ന കാലത്തിട്ടുള്ള വർക്കല്ലേ. അപ്പൊ നമ്മുടെ 7ാമത്തെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞു. ഒക്കെ അല്ലേ? ഒക്കെ അല്ലേ? ഭയങ്കര സന്തോഷാണ്. സന്തോഷം അല്ലാണ്ട് സാടി വരുമോ? എത്ര കഷ്ടപ്പെട്ടിട്ട് എന്താ പറയാനാ? ഞാൻ പറയട്ടെ, തിയേറ്ററില് ആ സൗണ്ട് ഒന്നുമില്ലേ? കുട്ടി വരുമ്പോ എന്തത്തില് ഉള്ളില് നമുക്ക് എന്താ വരും? എന്താ ഒരു എന്താ പറയോ? അവള് പറയട്ടെ. നാണോ ഇല്ല, എന്താ പറയാ? അത് ബ്ലഷ് ഉണ്ടാവൂലേ? അങ്ങനെ വരും. പിന്നെ ബ്ലഷ്. പിന്നെ ഞാൻ പുറത്തു പോകും. എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും, കേക്ക് കട്ടിങ്. പിന്നെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചു. പക്ഷെ അവ തിയേറ്റർക്ക് ഉള്ളില് ഇന്റർവെല്ലില് അങ്ങനെ പെട്ടെന്ന് ഇതാവുമ്പോ ഷോക്കുമായി. പിന്നെ ഭയങ്കര സന്തോഷമായി. എല്ലാരും നമുക്ക് ഇങ്ങനെ എല്ലാരും പറയുമ്പോ നമുക്ക് കുറച്ച് ഇമോഷണൽ അറ്റാച്ച്ഡ് വരും. അത് കാരണം കൊറേ അടച്ചു പോയി. തിയേറ്ററിൽ ആൾക്കാരുണ്ടെങ്കിൽ കയ്യടി എന്റെ പൊണ്ണു. അത്ര ആൾക്കാരുണ്ട് കയ്യടി കിട്ടി. നമുക്ക് കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു. വേറെ പടവില്ല. ഇന്റർവെല്ലില് പിന്നെ ഇത് ആൾക്കാര് സ്നാക്സ് മേടിക്കണം, പോയി വാഷ്റൂം പോയി. കുഴപ്പമില്ല, നമുക്ക് സന്തോഷമല്ലേ. പിന്നെ എന്താ, ഞാൻ ആൾക്കാരുണ്ടാവരുന്ന് പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത്. ബ്രേക്കില് കുഴപ്പമില്ല. അല്ല, എന്നാലും എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നി. അപ്പൊ എന്താ ചുന്ദരിക്കോത എന്റെ ലൈഫിൽ വന്നിട്ട് 7 വർഷമായി. 7 വർഷമായി. നിനക്ക് ബുദ്ധിമുട്ടാണോ? എനിക്ക് എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് അവളെ ബുദ്ധിമുട്ട് നീ ഇങ്ങനെ പണിയെടുക്കണ കാണുമ്പോ അത് ഞാൻ വീഡിയോ എടുത്ത് വരുമ്പോ ആൾക്കാർ ചീത്ത പറയും. അതെ, പാവം. ഞാൻ പണിയെടുക്കുമ്പോ ശരിക്കും നമ്മുടെ ഇത് എല്ലാം സ്ക്രിപ്റ്റ് ഇല്ലാത്ത വീഡിയോ അല്ലേ. അത് കാരണം നമുക്ക് ഇങ്ങനെ എല്ലാ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വീട്ടിലേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ പിടിച്ചിട്ട് ഇടും. പക്ഷെ അപ്പുകുട്ടൊക്കെ തെറ്റിദ്ധരിക്കണ്ട, പാവം അപ്പുകുട്ട വീട്ടിൽ. അതുകൊട്ടെ. പിന്നെ നമ്മുടെ അറിയോ, നീ പ്രതീക്ഷിക്കാത്ത സ്വല്പത്തെ ഞാൻ തരത്തുള്ളൂ. നീ എന്ത് ബർത്ത്ഡേയിലായാലും ആനിവേഴ്സറി ആയാലും നീ പ്രതീക്ഷിക്കാത്ത സാധനം തരുള്ളൂ. മനസ്സിലായോ? ഇതിപ്പോ ഒന്നും ഇനി അടുത്തൊന്നും ചെയ്യാനില്ല. ഇനി മുന്നോട്ട്
ഒരു വർഷം ഉണ്ടല്ലോ നിനക്ക് അല്ല സമയമുണ്ട്. ശരിയാണ്. ആലോചിക്കാൻ സമയമുണ്ട്. ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ പറഞ്ഞ പക്ഷെ അറിയില്ല, ഞാൻ പറഞ്ഞല്ലോ ആ സമയം ടെൻഷൻ വരും. നമ്മൾ ഈ മാസം ഒന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ച് പക്ഷെ ആ ഡേറ്റ് എടുക്കത്തോറും നമുക്ക് ടെൻഷൻ വരും. ഞാനങ്ങനെ കൊടുത്ത് ശീലിച്ചോണ്ടേ ആ ഒരു ഹാബിറ്റ് ആയി പോയി. അല്ലെങ്കിൽ ഇവളെന്ത് വിചാരിക്കും അങ്ങനെ മൈൻഡ് വരും. ഇവളൊന്നും വിചാരിക്കില്ല. പിന്നെ നമുക്ക് വണ്ടിക്ക് കുറെ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നമുക്ക് എന്തായാലും വണ്ടി കിട്ടി നമുക്ക് അത് ഭയങ്കര ഞാൻ വിചാരിച്ചു സാധനാ. തിയേറ്ററിലൊക്കെ നല്ല പൈസ വന്നില്ല, അത്ര പൈസ ഒന്നും ആയില്ല. എല്ലാവർക്കും ചെയ്യാനുള്ള പൈസയൊക്കെ ഉള്ളൂ. അമ്മയുടെയാണ് ചോദ്യം. ഓ, ഇത് ചോദ്യം പറഞ്ഞല്ലോ. ചോദിച്ചോ. അമ്മനെ പിടിക്കാനുണ്ട്. ഈ മരുമോളെ സ്വന്തം മോളായിട്ട് എങ്ങനെ കാണാൻ പറ്റുന്നേ? ഇത് കണ്ണുകൊണ്ട് ഇങ്ങനെ കാണും. അതെങ്ങനെ കാണാനില്ലേ? അത് കാണേ നീ എന്ത് ചോദിക്കണേ അമ്മ എങ്ങനെ മരുമോളെ കാണുന്നത്? സ്വന്തം മോളോട്ട് കാണണേ. അതെങ്ങനെ കാണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ വീഡിയോയിലെ വില്ലൻ. ഇത് അതെന്താ അതെന്താണെന്നറിയോ? അതെന്താ അത് എങ്ങനെയാണെന്നറിയാമോടാ? ഇപ്പൊ നമ്മുടെ വീട്ടിൽ കല്യാണം കഴിച്ചു വരുമ്പോ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്ന കൂട്ടത്തിൽ ചിന്തിക്കും. നമ്മള് കല്യാണം കഴിച്ചിട്ട് ഒരു പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവരുമ്പോഴേ നമ്മള് എല്ലാ വീട്ടുകാരും അവർക്ക് താമസിക്കാൻ ഏറ്റവും നല്ല റൂം കൊടുക്കും. അല്ലേ? കല്യാണം കഴിച്ചു വരുമ്പോ ഭയങ്കര സന്തോഷം. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അവർക്ക് അത് വേണ്ടി അത് കുറച്ച് ദിവസം കഴിയുമ്പോ ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ എന്താ പറ്റുന്നതെന്ന് നമുക്കറിയില്ല. അമ്മായിയുടെ മരുമകളുടെ ഇടയിൽ കുറച്ച് ദിവസം കഴിയുമ്പോ എന്താ പറ്റുന്നതെന്ന് ഞാൻ ചിന്തിച്ചു നോക്കാറുണ്ട്. എന്താ അവർക്ക് പറ്റുന്ന ഇടയ്ക്ക് വരുമ്പോന്ന്. പിന്നെ അവര് വേറൊരു വീട്ടിൽ നിന്ന് വരുന്ന അപ്പൊ അവരിൽ പല കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. നമ്മളിലുണ്ടാവും. അതിനേക്കാളും കൂടുതൽ കുറ്റങ്ങളും കുറവുകളും നമ്മളിലുണ്ടാകും. പക്ഷെ നമ്മൾ വന്നു കഴിയുമ്പോൾ അവരുടെ കുറ്റം മാത്രം നോക്കുന്നതുകൊണ്ടാണ് വീട്ടിൽ അടി ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അവർ ചെയ്യുമ്പോ ആ സമയം ആ സെയിം തെറ്റ് നമ്മുടെ സ്വന്തം മക്കൾ ചെയ്യുമ്പോ അതിന് പ്രശ്നം ഉണ്ടാവില്ല. അല്ലേ? സത്യം പറഞ്ഞാൽ ഞാനൊക്കെ നോക്കിയിട്ടുണ്ടല്ലോ, ഈ അമ്മായിയും പോർ പേടിച്ചിട്ടാണ് പുറത്തുനിന്ന് ഒരു പെണ്ണെ കൊണ്ടുവന്നേ. ഇവളും മലയാളം പഠിക്കുമെന്ന് ഞാൻ ജന്മത്തിൽ പോലും വിചാരിച്ചില്ല. അല്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷെ എനിക്ക് റിസൾട്ട് എന്ന് വെച്ചാൽ മലയാളം പഠിച്ചാലും എനിക്ക് അവള് മലയാളം പഠിച്ചതുകൊണ്ടാണ് കൂടുതൽ ഗുണമായത്. അല്ലെങ്കിൽ നമ്മളെല്ലാം പറഞ്ഞ വേറെ നമ്മൾ പറയുന്നതിന്റെ അർത്ഥം അവർക്ക് കറക്റ്റ് മനസ്സിലാവില്ല. അതായത് നമ്മൾ മലയാളം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ തമാശക്ക് പറയുന്നത്, പക്ഷെ ആ തമാശ ഒരു പറഞ്ഞ് സീരിയസ് ആയിട്ട് എടുക്കും. അപ്പൊ മലയാളം പഠിച്ചത് നന്നായില്ല ഞാൻ വിചാരിക്കുന്നത്. മലയാളം പഠിച്ചത് നന്നായില്ലെങ്കിൽ അത് തരാം ആശാത്തി. എന്താ മലയാളം പഠിക്കേണ്ട ആശ എനിക്കാണ് ഇതുവരെ തന്നിട്ടില്ല. ട്യൂഷൻ എടുക്കാൻ എത്ര വർഷം ട്യൂഷൻ എടുത്താ അവിടെ? മലയാളം പഠിച്ചു തുടങ്ങിയത് ഇപ്പോഴും ട്യൂഷൻ എടുത്തോണ്ടിരിക്കുക. ഇപ്പൊ സ്റ്റുഡന്റ് ഓക്കെ ആണപ്പാ? പഠിച്ചെന്തോ അതോ? വലിയ പഠിത്തമില്ല, എന്നാലും പഠിത്തമുണ്ട്. ഭാഷയൊക്കെ തെറ്റിപ്പോണ്ട്. അതെ, മറ്റേ ഇത് പറഞ്ഞ മലയാളം പേരോട് പറഞ്ഞ പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ ഫുഡൊക്കെ പഠിപ്പിക്കുന്ന അറിയില്ല. അപ്പൊ ഞാൻ വിചാരിക്കും ഇവർക്കിടെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും ഇപ്പൊ നമ്മുടെ മക്കളായി കഴിഞ്ഞാൽ നമ്മളത് ക്ഷമിക്കില്ലേ, സഹിക്കില്ലേ? ഈ മക്കളോട് നമ്മള് കാര്യം നിങ്ങളോട് ദേഷ്യപ്പെടില്ലെന്നൊന്നല്ല പറയുന്നത്. അപ്പൊ നമ്മുടെ മക്കളായിട്ട് തന്നെ കണ്ടു കഴിയുമ്പോൾ നമുക്കത് അവരെന്ത് ചെയ്താലും നമുക്ക് ക്ഷമിക്കാൻ പറ്റും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മക്കളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ഷമിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവളുടെ എന്ത് ഭാഗത്തുനിന്ന് എന്ത് പ്രശ്നം ഉണ്ടായാൽ പോലും മക്കളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ക്ഷമിക്കാൻ പറ്റും. അതാണ് പറ്റുമോ? എങ്ങനെ ക്ഷമിച്ചാൽ എന്റെ അമ്മയായിട്ട് അടി ഉണ്ടാക്കുമ്പോ ഓർക്കണം. എങ്ങനെ ക്ഷമിച്ചാലും മരുമക്കള് എന്തെങ്കിലും ഒരു ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വേദനയാണ്. അമ്മ മരുമക്കളല്ല, മക്കള് ചെയ്താലും ചെയ്താലും വേദന, അമ്മ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അമ്മ മക്കള് ചെയ്ത അതെ മക്കള് ചെയ്താലും മക്കള് ചെയ്താലും നമുക്ക് വിഷമം ഉണ്ടാവും. മരുമക്കളും മക്കളൊക്കെ ഒരേപോലെ കാണുമ്പോ അവര് ചെയ്താലും അതിപ്പോ മരുമക്കളെന്നില്ല മക്കളെന്നില്ല അവർ ചെയ്ത. പിന്നെ ചിലപ്പോ ഇപ്പൊ ഞാനിപ്പോ സോണത്തിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോ ഞാൻ ദേഷ്യപ്പെട്ട് പറയാന്ന് വിചാരിക്കും.
അപ്പൊ ചിലപ്പോ അവള് വിചാരിക്കണോ അത് അമ്മായിനെയാണല്ലോ പറയണത്. ചിലപ്പോ എന്തെങ്കിലും നല്ല കാര്യമായിരിക്കും, എന്തിനാ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോ അത് അമ്മായിനെയാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ എടുത്തു കഴിയുമ്പോൾ അവർക്ക് വിഷമം തോന്നും. കാര്യം ഇപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞാലും നിനക്ക് വിഷമം തോന്നും. പക്ഷെ അത് പിന്നെ ചിന്തിക്കാനാണ് അമ്മ അത് നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നോട് ദേഷ്യപ്പെട്ടെ, അല്ലാണ്ട് അത് മരുമോളെ അമ്മായിമ്മയുടെ രീതിയിലല്ല അമ്മ പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കും ഓക്കെ ആകും. പിന്നെ ഇപ്പൊ ഞാൻ അമ്മായിമ്മ എന്നുള്ള രീതി വെച്ച് അങ്ങോട്ടും അവള് മരുമോളിനെ വെച്ച് എന്നോടും പെരുമാറി കഴിയുമ്പോ അവിടെ പ്രശ്നം ഉണ്ടാവും. രണ്ടുപേരും വിചാരിക്കണ ഇപ്പൊ സോനം വിചാരിക്കണത് എന്റെ അമ്മയാണല്ലോ എന്നെ ചീത്ത പറയാറുണ്ടല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ അവിടെ. പക്ഷെ ഞാൻ ഇന്നുവരെയായിട്ട് അവളെ ചീത്ത പറയാൻ നിൽക്കാറില്ല. Sweet mama is great. പിന്നെ മമ്മിയാണല്ലേ പണ്ട് കുറച്ചാള് വില്ലത്തിയായിരുന്നില്ല. വില്ലത്തി ഒന്നും ഉണ്ടായില്ലടാ. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ മനസ്സിലാത്ത അല്ലാണ്ട് ഞാൻ ഇവരുടെ അടുത്ത് ദേഷ്യപ്പെട്ടെന്ന് വെച്ച് ഞാൻ ദേഷ്യപ്പെട്ട് അങ്ങനെ അവരുടെ അടുത്ത് അങ്ങനെ സംസാരിച്ചിട്ട് പോലില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത് പിടിക്കുന്നത് ഇവിടെ ദേഷ്യപ്പെട്ടില്ലേ? പക്ഷെ ഞാനൊക്കെ അല്ലെ സോളം ദേഷ്യപ്പെടുമ്പോ ഞാൻ മിണ്ടാതിരിക്കുള്ളൂ. സോൾക്കുട്ടി ദേഷ്യപ്പെടാൻ നമ്മൾ എല്ലാരും ഉണ്ടായിരിക്കണം. ഞാൻ അവളുടെ ഒപ്പം കിടന്ന് ഞാൻ ഒച്ചെടുക്കാറില്ല, ഞാൻ മിണ്ടാതിരിക്കുള്ളൂ. ഞാൻ ഒരു ഡേഞ്ചർ എപ്പോഴാണെന്നറിയോ? ഈ പീരിയഡ്സ് ടൈമിലുണ്ടല്ലോ ഭയങ്കര ഡേഞ്ചറാ. അതെല്ലാവർക്കും അങ്ങനെ ആ സമയത്ത് അതങ്ങനെയാ. അപ്പൊ മിണ്ടായിരിക്കും ഏറ്റവും നല്ല. അപ്പൊ നമ്മളിപ്പോ ഒരാൾക്ക് ദേഷ്യമുണ്ട്, അപ്പൊ നമ്മൾ അതിന്റെ ഒപ്പം കിടന്ന് നമ്മൾ പറയും ഒരാളെ മിണ്ടാതിരിക്കുക ക്ഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചു നേരം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി ആയിക്കോളും. അമ്മായി വരുമ്പോഴും പ്രശ്നമില്ല. ഇപ്പൊ കഥയിലെ വില്ലൻ ഞാനാണ്. നീ ഏതെങ്കിലും കാര്യത്തിലെ പോയില്ലായിരുന്നോ? പോയില്ലായിരുന്നോ? ഞാൻ പോകില്ല. ഞാൻ വിചാരിച്ചു പോയിന്ന്. ഞാൻ പോയിന്ന് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ കുറ്റം കേൾക്കാൻ നമ്മളെ ചെയ്തിട്ട് നല്ല പവറുണ്ട്. പിന്നെ അമ്മ ഉണ്ടല്ലോ 1 കിലോമീറ്റർ അപ്പുറത്ത് അമ്മ കേൾക്കും. അത് വിട്. കണ്ണും കണ്ണും ചെവിയൊക്കെ ഭയങ്കര. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഇവിടെ എനിക്കിപ്പോ മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് നീ ഒരു കാര്യം ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒന്നും കേൾക്കൂല. നമ്മുടെ ഇതിലൊരു കാര്യം പറയാൻ അത് അന്നും അത് ഇന്നും അതെ ക്ഷമയോടെ ഇരുന്ന് ഒരു കാര്യം കേൾക്കൂല ആരുടെ. പക്ഷെ അത് നിന്റെ ഒരു ബാഡ് ക്വാളിറ്റി ആണെന്ന് ഞാൻ പറയുള്ളൂ. ആരെന്ത് പറയാനുണ്ടെങ്കിലും അവര് പറഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ച് കേട്ടോണ്ട് നിങ്ങൾ പറയില്ലേ, നിങ്ങൾ ആ പറയുന്നത് ഞാൻ കുറച്ചെടുക്കും, അത് കേൾക്കത്തില്ല. അത് കുറച്ചെന്നാലും ശരിയാണല്ലോ. അല്ല കേൾക്കണം. അല്ല പിന്നെ ഞാൻ ഓക്കെ പറയാറുണ്ടല്ലോ. അല്ലടാ അത് അപ്പൊ പല പ്രാവശ്യം ഞങ്ങൾ എന്തെങ്കിലും ഇപ്പൊ ഞാനായിക്കോട്ടെ സോനായിക്കോട്ടെ ആരും ആയിക്കോട്ടെ കൊച്ചു ആയിക്കോട്ടെ നാട്ടിലാരായിക്കോട്ടെ ആരും ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ കേട്ടു. അല്ലാണ്ട് നമ്മൾ വലിയ എനിക്ക് കേൾക്കണ്ട അങ്ങനെ പറയരുത് ഒരിക്കലും. നിന്റെ ആ ഒരു സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല. നമ്മൾ എന്താണ് പറയണേ, ചിലപ്പോൾ നമ്മളൊരു അഭിപ്രായത്തിന് വേണ്ടിയിട്ടായിരിക്കും നിന്റെ അടുത്ത് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മനസ്സിന്റെ വിഷമായിരിക്കും നിന്റെ അടുത്ത് പറയുന്നത്. പക്ഷെ അത് ഫുള്ള് നീ കേൾക്കണം. അയ്യോ അവളത് അങ്ങനെ പറഞ്ഞില്ല, അവൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളായിട്ട് ഇന്നുവരെയായിട്ടും എത്ര പ്രശ്നം ഉണ്ടായിക്കോട്ടെ ഇവളുടെ ഒരു വീട്ടുകാരെ ഒരു കുറ്റം പറയുകയോ പിടിക്കുകയോ ഇതൊന്നും ഞാൻ അവളോട് ചെയ്തിട്ടില്ല. ഒരു കാര്യം ഞാൻ ചെയ്യുകയോ ഇല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം നമ്മുടെ ഇപ്പൊ എന്റെ വീട്ടുകാരുടെ എന്ത് ഇഷ്ടക്കേട് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും എന്റെ വീട്ടുകാരെ പറ്റി ആരും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുപോലെ തന്നെയായിരിക്കുമല്ലോ അവളെ. അപ്പൊ അവളുടെ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും, പല കാര്യങ്ങളും ഉണ്ടാകും. ഇതൊന്നും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എടുത്തേണ്ട കാര്യമില്ല. അതൊക്കെ അവരുടെ കാര്യം. നമുക്ക് അവളെ അപ്പൊ നമ്മൾ ചില ആൾക്കാർ പെട്ടെന്ന് പറയും നിന്റെ വീട്ടുകാർ അതല്ല മറ്റേതല്ല മാങ്ങത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവർക്ക് നമ്മളോട് സ്നേഹം കുറയുള്ളൂ. അത് കാരണം ഞാൻ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു കാര്യം ഞാൻ അവളുടെ എല്ലാ വീടുകളിലും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട്. നമ്മുടെ വീടുകളിലും ഉണ്ട്, അവരുടെ വീടുകളിലും ഉണ്ട്, വേറെ എല്ലാ വീടുകളിലും. നമ്മൾ അതൊന്നും നോക്കണ്ട. ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടു ഇവളുടെ കാര്യം നോക്കാം. ഇവള് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടുമ്പോ നമ്മൾ അവൾക്ക് കൂടുതൽ സ്നേഹം കൊടുക്കാം. ഞാൻ അത് വിചാരിച്ചിട്ടുള്ളൂ. She want to go marching home. പോട്ടെ. അവിടെ ഉദ്ദേശമില്ല, കാരണം ലോൺ കടച്ചിട്ട് പോയാൽ മതി. ചേച്ചി തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇതൊരു കാരണം എന്താ പ്രശ്നം വന്ന് അതിന്റെ ഒരു ചേച്ചി കുറച്ച് വയ്യാവുണ്ട്. കാലിന് എന്താ പറയുന്നത്, എന്താ പറയണത്? പിന്നെ ഈ വെയിറ്റിന്റെ ഉണ്ട് അവിടെ ചേച്ചിക്ക് നല്ല വണ്ണം ഉണ്ടല്ലോ. ഡോക്ടർ പോയി ഇത് കണ്ടായിരുന്നു. പണ്ട് ചേച്ചിക്ക് ഇതിന് പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് ജോയിന്റ് ഇത് എന്താ പറയൂ, ഉള്ളിന്റെ മജ്ജല്ലേ, മജ്ജ എല്ലിന്റെ ഉള്ളില് ഉണ്ടല്ലേ. അത് എന്താ പ്രശ്നമുണ്ട് പറയുന്നു. ഇപ്പൊ മുടി ഏത് തന്നെ മുടി ഞാൻ കെട്ടു. ഇപ്പൊ കെട്ടാറുണ്ടോ? സ്വന്തം കിട്ടുമോ? വെട്ട് കെട്ടാനാ കെട്ടാൻ. ഇപ്പൊ ഞാൻ കാലത്ത് എണിച്ചല്ലേ ഉള്ളൂ. ഉച്ചക്ക് കുടിക്കുന്ന ഇപ്പൊ തന്നെ വിളിക്കോ? അല്ല ആരെ കുളിപ്പിക്കണേ? ഞാൻ തന്നെ വിളിക്കും. അതേടാ അമ്മ സ്വന്തം കുളിച്ചു.
കുറച്ച് കാലത്തേക്ക് തന്നെ കുളിപ്പിക്കില്ല കേട്ടാ. ഇത് ഇതിപ്പോ മഴയത്ത് വിളിച്ച് നടക്കുന്നു. അത് അമ്മ നോക്കിയില്ലെങ്കിൽ ഇനി മഴ എണിക്കണേ. എനിക്ക് വീണ് കണ്ടപ്പോ സുഖമായിരുന്നു, ഒന്നും അറിയണ്ടല്ല. ഇപ്പൊ അമ്മയ്ക്ക് എന്താ അറിയണേ? അവിടെ കിടക്കാം, എല്ലാരും വന്ന് ഭക്ഷണമൊക്കെ തരും. കടക്ക അതറിയാതെ നമ്മൾ ആ ബുദ്ധിമുട്ട് അമ്മക്കേ അറിയാം, നമുക്ക് അറിയില്ല. മനസ്സിലായോ? എനിക്കറിയാം, ഞാൻ കൊറോണ സമയത്ത് കിടന്ന ക്ലാസ് എനിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മ. ഇനി എനിക്ക് അങ്ങനത്തെ കഷ്ടപ്പെട്ടു. ഞാൻ വീട് ഇഷ്ടപ്പെട്ടു. നല്ല രുചി. അതുകൊണ്ട് കേൾക്കുന്നത് മതി. അപ്പൊ നമുക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ്. ഞാൻ കഴിക്കാൻ തീർന്നല്ലോ. ഇന്നലെ ഞാനൊരു കൊച്ചു കഴിഞ്ഞാൽ കഴിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ തീർന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ കിട്ടി. നീ രണ്ട് തെറിയും അറിയും എന്നെ പറഞ്ഞേ രണ്ട് അച്ചടിക്കും. അത് കഴിയുമ്പോ നമ്മൾ അങ്ങനല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെ ആരോട് എങ്ങനെ പെരുമാറണം അറിയില്ല. നിനക്കറിയാൻ പാടില്ല. അത് എന്നെ എനിക്കറിയില്ല. ഒരു ഇവിടെ വന്നപ്പോ എന്നെ അമ്മയോടെ കൊണ്ടാക്കി. അല്ല സ്കൂളിൽ പോകല്ലേ? അല്ലല്ല, അമ്മ ഇവിടെ വന്നപ്പോ എന്നെ കൊണ്ടാക്കി. അപ്പൊ ഈ കൊണ്ടാക്കിയപ്പോ ഇവിടെ എത്ര 1-ാം ക്ലാസ് തൊട്ട് കൊണ്ടാക്കി. 3-ാം ക്ലാസ് തൊട്ട് അമ്മ വന്നത്. അല്ല 3-ാം ക്ലാസ് 4-ാം ക്ലാസ് 3-ൽ തോറ്റ്. അപ്പൊ അങ്ങനെ വന്നപ്പോ ചിലപ്പോ എനിക്ക് ഇവിടെ വീട്ടുകാരും ആരാണെന്ന് എനിക്കറിയില്ല. ഒരു ബന്ധുക്കളും ആരെന്ന് പറയാനില്ല, സംസാരിക്കാൻ എന്നാന്ന് സംസാരിക്കില്ല. ഒന്നാമത്തെ ചാച്ചന്റെ മുമ്പിൽ കൊണ്ടുപോയി ചാച്ചന് അടിക്കുന്നുണ്ടല്ലോ. നമ്മളെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പഠിക്കാരി അല്ലടാ. പക്ഷെ ഞാൻ ഇപ്പൊ അത് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നമുക്ക് അന്നത്തെ സാഹചര്യം കൊണ്ട് ഇവിടെ പക്ഷെ നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ നിർത്തി വളർത്തും. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം. അപ്പൊ ഞാനിപ്പോ എല്ലാവരും ഇപ്പൊ ഫ്രണ്ട് ആയാലും പള്ളിയിൽ അച്ഛനായാലും ഞാൻ ഫ്രണ്ടിനോട് സംസാരിക്കണേ. ഒരു ബഹുമാനം കൊടുക്കുന്നില്ല. പക്ഷെ ഇനിയിപ്പോ നമുക്ക് ഒരേപോലെയാണ് എല്ലാവരും സ്നേഹിക്കുന്നത്. അങ്ങനെ പക്ഷെ അത് കുഴപ്പം. അത് നീ ഇനിയിപ്പോ നന്നായിട്ട് തിരിച്ചറിഞ്ഞ് നീ മാറൂല്ലെന്ന് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ശരിയാ. ആകപ്പാടെ എനിക്ക് ഒരു ബഹുമാനം കൊടുക്കുന്നത് വിനോദത്തിനും അമ്മയുടെ മൊത്തം ഇളയ മോൻ. പിന്നെ വേറെന്ന് വെച്ചാൽ നമ്മുടെ ജോമചേരണം. റോയി ചാച്ചനില്ല. അല്ല അത് ആ പേടിച്ച് വന്നോണ്ടില്ലേ. റോയി ചാച്ചനോട് പേടിയുണ്ടാ? റോയിച്ചാൻ പേടിയില്ലല്ലോ. റോയിച്ചാച്ചനുണ്ട്, ഇല്ലെന്ന് പറയാനില്ല. റോയിച്ചാൻ ഞാൻ അത്ര കമ്മിയില്ലല്ലോ. റോയിച്ചാച്ചൻ പണ്ടായാലും ആ ലിമിറ്റ് വെച്ച് സംസാരിക്കുള്ളൂ. അതായത് ബിനോയ് ചാച്ചൻ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും എന്നെ അടിച്ചടിച്ച് നമുക്ക് ആ ഒരു ഇതായി അഡിക്ഷനായി. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജോമൻചേട്ടൻ എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. എന്ത് പറയാ പുള്ളി എന്റെ അങ്ങോട്ട് പറയാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ഇതുണ്ടല്ലോ, ഈ ജനല ഇങ്ങനത്തെ വെച്ചിട്ടുണ്ടോ? അപ്പൊ ഞാന് എന്റെ വീട്ടിൽ പണി ചെയ്യുന്നുണ്ട്. അത് കാണിച്ചു തരാം. അത് കാരണം അപ്പൊ നമ്മുടെ മതല് പൊട്ടിച്ചിട്ട് ഇത് ഗേറ്റ് വേറെ, ഈ ഗേറ്റും കളഞ്ഞിട്ട് പിന്നെ നമ്മുടെ വേറെ ഗേറ്റ് ഉണ്ടല്ലോ ഇങ്ങനെ പോണി അല്ലേ. അപ്പൊ അങ്ങനെ ഗേറ്റ് പിന്നെ ഷീറ്റ് ഒക്കെ സപ്പോസ് നമുക്ക് വണ്ടി ഇങ്ങ വെച്ചാലേ വെളുത്തില് ഇതാവൂല. അത് കാരണം നമുക്ക് ഷീറ്റും വെക്കാം. ചിലപ്പം വണ്ടി അവിടെ വെക്കും, നമുക്ക് അറിയില്ലേ. ചില സമയത്ത് പെർമിഷൻ ചോദിക്കുന്നത്. പിന്നെ ഇതുണ്ടല്ലോ, ഇത് ഫ്ലവർ വെക്കിനൊക്കെ വേണ്ടിയതാ. ഇത് കോഴികള് രാവിലെ തന്നെ കൊക്കൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്നടി താഴെ പോ പിള്ളേരെ, താഴെ പോ. ദേ എന്റെ കോഴികള് ബാപ്പറേ പൊക്കത്താര്. ആ മേലത്തെ ഒരു വലിയ റൂം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വലിയ റൂമുണ്ട്. ഇതില് പിന്നെ അറ്റാച്ച്ഡ് ഒരു വാഷ്റൂം ഉണ്ട്. വാഷ്റൂം എത്ര വലുതാണല്ലോ. താഴത്തെ നമുക്ക് കുഞ്ഞു വാഷ്റൂം ആണല്ലോ. ബാത്റൂം എത്ര വലുതായാലും കാര്യമില്ല. വെള്ളം ഇച്ചിരി വരുള്ളൂ. പട്ടണം കൂടെ അല്ലേ. അത് ശരിയാ. ഇല്ലേ രാത്രി ഉറങ്ങുമ്പോ കിടക്കുമ്പോ വാഷ്റൂം വീണ്ടും നമുക്ക് താഴെ ഓടി പോവണ്ടേ. അതൊക്കെ വേണ്ടി മാത്രം ഈ വാഷ്റൂം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് റൂം ആവശ്യമുണ്ട്. വേറെ ആൾക്കാർ വീട്ടിൽ വരുമ്പോ പിന്നെ നമുക്ക് എല്ലാവർക്കും റൂമിൽ പാക്കല്ലേ. അത് കാരണം നമുക്ക് എക്സ്ട്രാ ഒരു റൂമും വേണം. പിന്നെ ബാക്കിയല്ലേ നല്ല ഇതല്ലേ വിൻഡോ അല്ലേ. ഈ വിൻഡോ ഇങ്ങനത്തെ സ്ലൈഡിങ് ഇങ്ങനെ ഓപ്പൺ നോക്കാം. ഇപ്പൊ തൽക്കാലം എത്ര മടുന്നത് ബാക്കി നോക്കിട്ട് ചെയ്യാം. സ്ലൈഡിങ് വേണ്ട കേട്ടോ. സ്ലൈഡിങ് വേണ്ട വേറൊന്നുമില്ല. അപ്പൊ ഇത് കട്ട വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് വെയിറ്റ്ലെസ് കട്ട കേട്ടോ. വീടിന് ഭാരം താങ്ങത്തില്ല. നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലൈറ്റ് വെയിറ്റ് അല്ലേ, അത് കാരണം കേട്ടോ.
ചോയേ കട്ടാൻ നോക്കട്ടെ. ഉണ്ടോ? ആ അത്ര വെയിറ്റ് ഇല്ല. വെയിറ്റ് ഇല്ല അല്ലേ? കൊറേ ദിവസമായി വീഡിയോ പിടിക്കുന്ന കാരണം ഇതില് ഭയങ്കര സൗണ്ട്, ഈ വെൽഡിങ് സൗണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ഉണ്ടല്ലോ. അത് കാരണം നമുക്ക് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ വീഡിയോക്ക് മേലും ടക്ക് 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 ഒക്കെ സൗണ്ട് ഉണ്ടല്ലോ, അത് കാരണം ഒന്നും പിടിക്കാത്ത കേട്ടോ. ഒന്നും വിചാരിക്കില്ലേ, ഞാൻ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് വ്ലോഗ് ഇടാം. പിന്നെ ഇതൊക്കെ ശരിയായി കഴിഞ്ഞാൽ ഞാൻ ഓരോ പ്രാവശ്യം ഒരു നന്നായിട്ട് വീഡിയോ ഇടാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഞാനൊക്കെ ഒത്തിരി ആൾക്കാർ ആനിവേഴ്സറി വിഷ് ചെയ്താണ് കേട്ടോ. ഷോർട്സിലും ലോങ് വീഡിയോയിലും അപ്പോൾ ഇൻസ്റ്റ, യൂട്യൂബ്, ഫേസ്ബുക്ക് എല്ലാ ആൾക്കാരും നമ്മുടെ ആനിവേഴ്സറിക്ക് വിഷ് ചെയ്താണ്. ഭയങ്കര സന്തോഷം. ഓരോ കൊല്ലമാവുമ്പോൾ ഒത്തിരി ആൾക്കാർ നമുക്ക് കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ, കൂടുതൽ ഇങ്ങനെ വിഷ് ചെയ്യുന്നുണ്ടോ. ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഡേ, ലവ് യു ആൾ. എല്ലാവർക്കും ബൈ ബൈ.